നമസ്കാരം. ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിന്റെ ഈ ലക്കം നമ്മൾ ആരംഭിക്കുന്നു. പ്രവാസ ലോകത്തെ ജീവിത വിശേഷങ്ങളും വർണ്ണക്കാഴ്ചകളുമായി ഈ ലക്കം നമ്മൾ ആരംഭിക്കുകയാണ്. വിസ റാക്കറ്റിന്റെ കെണിയിലകപ്പെട്ട് ഗൾഫിൽ ദുരിതം അനുഭവിക്കുകയായിരുന്ന ഇടവനക്കാട് സ്വദേശികളായ 7 യുവാക്കളെ ഗൾഫ് ന്യൂസ് വീക്ക് ഇടപെട്ട് നാട്ടിൽ തിരികെ കൊണ്ടുവന്നതും, കൂടാതെ ഗൾഫിലും കേരളത്തിലും വിസ റാക്കറ്റുകളുടെ എണ്ണം പെരുകുന്നതും, ദുബായിലെ സ്കൈ മോളുകൾ വിവിധ വർണ്ണ കാഴ്ചകൾ ഒരുക്കി സന്ദർശകരെ കാത്തിരിക്കുന്നതൊക്കെയാണ് ഇത്തവണ ഗൾഫ് ന്യൂസ് വീക്ക് വാർത്തയാക്കിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം. വിസ റാക്കറ്റിന്റെ കെണിയിലകപ്പെട്ട് ഗൾഫിൽ ദുരിതം അനുഭവിക്കുകയായിരുന്ന ഇടവനക്കാട് സ്വദേശികളായ യുവാക്കളെ ഗൾഫ് ന്യൂസ് വീക്കിന്റെ ഇടപെടൽ മൂലം നാട്ടിൽ തിരിച്ചെത്തിക്കുവാൻ സാധിച്ചു. ഗൾഫ് ന്യൂസ് വീക്ക് വാർത്ത നൽകിയതിനെ തുടർന്ന് ഗൾഫിൽ സംഘടന ഇടപെട്ടാണ് ഇവരെ നാട്ടിൽ തിരിച്ചെത്തിച്ചത്. ഗൾഫിൽ ഇവർ അനുഭവിച്ച ദുരിതം ഗൾഫ് ന്യൂസ് വീക്കുമായി അവർ പങ്കുവച്ചു. നാട്ടിലെത്തിയ സന്തോഷത്തിലാണ് ഇവരുടെ ബന്ധുക്കളും മറ്റെല്ലാവരും. എടവനക്കാട് പള്ളിക്കൽ അലിയുടെ മകൻ ഷാനവാസ്, ഉട്ടേപ്പടി കരീമിന്റെ മകൻ മുജീബ്, മുല്ലക്കര അസീസിന്റെ മകൻ അൻസാരി, മുല്ലക്കര അഷ്റഫിന്റെ മകൻ അക്ബർ, പുതുശ്ശേരി ഇബ്രാഹിമിന്റെ മകൻ റഫീഖ് എന്നിവരും കാസർഗോഡ് സ്വദേശികളായ 2 പേരും ഉത്തർപ്രദേശിൽ നിന്ന് 3 പേരുമാണ് തട്ടിപ്പിനിരയായ വാർത്ത ഗൾഫ് ന്യൂസ് വീക്ക് നൽകിയത്. കഴിഞ്ഞ ജനുവരി 17-നാണ് ഇവർ സൌദി അറേബ്യയിലേക്ക് പോയത്. 1600 റിയാൽ ശമ്പളം വാഗ്ദാനം നൽകി ഇടപ്പള്ളിയിലുള്ള അസീസ് മുഖേന എറണാകുളത്തെ കലൂരിലുള്ള അൽ അക്ബർ ട്രാവൽ ഏജൻസി മുഖേനയാണ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഫീൽഡ് വർക്കറായി പോയത്. തൊഴിലാളികൾ ലേബർ കോടതിയെ സമീപിച്ചെങ്കിലും സ്പോൺസർമാർ കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. നാട്ടിലേക്ക് തിരിച്ചു വരാൻ വഴിയില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു എല്ലാവരും. അവിടെ ചെന്ന് ചെന്നപ്പോ തന്നെ ഒരാള് അക്കു ഒഴിച്ചാണ് ചെന്നത്. അപ്പൊ വളരെ സുഖമാണെന്ന് പറഞ്ഞു. വന്നപ്പോ ഫോൺ ചെയ്തപ്പോ വളരെ സുഖമാണെന്ന് പറഞ്ഞു. പിന്നെ അക്കു അങ്ങനെ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ സംഗതി ഇവര് ശമ്പളം ചോദിച്ചു. 2 മാസം എത്തിയപ്പോ ശമ്പളം ചോദിച്ചപ്പോ 10-ാം തീയതി ആവട്ടെ എന്ന് പറഞ്ഞു. 10-ാം തീയതി ഇങ്ങനെ പലതും കഴിഞ്ഞ് ശമ്പളവും ഇല്ല. അപ്പൊ സാധാരണ ചില സൗദിയിലെ കമ്പനികളിലേക്ക് 3 മാസം കഴിഞ്ഞാല ശമ്പളം കൊടുക്കുള്ളൂ. ചില കമ്പനികളൊക്കെ ഈ ബില്ല് മാറി കിട്ടുന്നതനുസരിച്ചായിരിക്കുള്ളൂ ശമ്പളം കൊടുക്കണം. അപ്പൊ ഇവിടെ ശമ്പളം ചോദിച്ചിട്ട് 2 മാസമല്ലേ ആയിട്ടുള്ളൂ വന്നിട്ട്. അപ്പൊ പറയണത് 15 മാസമായ ആൾക്കാർ പാകിസ്ഥാനികൾ അവിടെ ഇപ്പോഴും കിടപ്പുണ്ടായിരുന്നു. 100 റിയാൽ വെച്ച് കൊടുക്കുമായിരിക്കും. അത് തന്നെ. പിന്നെ ശമ്പളമൊന്നുമില്ല. അങ്ങനെ അവരവിടെ ഇവര് പണിക്ക് കൊണ്ടായി വീണ്ടും ലേബർ കോട്ടിലൊക്കെ പോയി ഒരു ഒറ്റപ്പാടായി. ഇവൻ ലേബർ കോട്ടുകാർ വിളിപ്പിച്ചിട്ട് ഇവൻ പോണില്ല. പല വിളിച്ചിട്ട് പോണില്ല. അങ്ങനെ പിന്നെ ഇവര് അവിടെ ഇന്ത്യൻ എംബസിയിലും കൊടുത്തിട്ട് കടലാസൊക്കെ കൊടുത്തിട്ട് ഇവൻ വിളിച്ചാൽ ചെല്ലൂല. അങ്ങനെ ആകെ 3 മാസം 4 മാസം ആയി മൊത്തം. അങ്ങനെ വേറെ എന്തോ സംഘടന അവിടെ ഇടപെട്ട് ഇവരെ ഇങ്ങോട്ട് ശമ്പളം കൊടുക്കൂലെന്ന് ടിക്കറ്റ് ഇത് കൊടുത്തേക്കാന്ന് പറഞ്ഞു. ഈ പാസ്പോർട്ട് ഇങ്ങനെ പാസ്പോർട്ട് മേടിച്ചെടുത്ത് അവര് സംഘടന ഇടപെട്ട് ഇങ്ങോട്ടുള്ള ടിക്കറ്റ്. അപ്പൊ അവിടെ നിന്ന് സ്റ്റാർട്ടിങ്ങിനുള്ള ഫ്ലൈറ്റിനെ കിട്ടുള്ളൂ. അപ്പൊ ഇതിന് കാശ് കുറയും. അവിടെ എത്തിയ ഇവർ ആദ്യം ഡ്രൈവറായി ജോലി നോക്കുകയും പിന്നീട് കമ്പനിയുടെ കെട്ടിട നിർമ്മാണ മേഖലയിൽ പണിയെടുത്തു വരികയുമായിരുന്നു. 2 മാസം കഴിഞ്ഞ് ശമ്പളം ആവശ്യപ്പെട്ടപ്പോൾ സ്പോൺസറുടെ ആളുകൾ മർദ്ദിച്ചു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് മദീനയിലെ പള്ളിയിൽ അഭയം പ്രാപിച്ചു. ഗൾഫ് ന്യൂസ് വീക്ക് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ മദീന പള്ളിയിലുണ്ടെന്ന വിവരം അറിയുന്നത്. വാർത്താ ന്യൂസ് വീക്കിലൂടെ അറിഞ്ഞ ജിദ്ദയിലെ നവോദയ എന്ന സന്നദ്ധ സംഘടന ഇവരുടെ സഹായത്തിനായി എത്തുകയായിരുന്നു. ഉള്ള കിടപ്പാടം പണയപ്പെടുത്തിയാണ് കടം വീട്ടുവാൻ ഗൾഫിലേക്ക് പോയത്. അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ചെന്ന് കഴിയുമ്പോൾ വളരെ സുഖമാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മ ഇവിടുന്ന് ഫോൺ ചെയ്യലുണ്ടല്ലോ. അങ്ങനെ പിന്നീട് അങ്ങോട്ട് മാറി. അപ്പൊ ഇവന്റെ വാപ്പ മര്യാദക്കാരാണെന്ന് പറഞ്ഞു. ഇവനാള് ശരിയല്ല. അവന്റെ അനിയനും ഇവനും ശരിയല്ല. മണ്ണടിക്കണ ഒരു 15 വണ്ടികളാണ്. 15 വണ്ടികളാണ് ഈ മണ്ണടിക്കാൻ കൊടുക്കണം. ഇവർക്ക് ലൈസൻസ് എടുത്ത് കൊടുക്കാനില്ല, അക്കാമയും കൊടുക്കാനില്ല. അങ്ങനെ ഇവര് ഒക്കെ 1ഉം 2ഉം പറഞ്ഞില്ലേ ലൈസൻസ് ഉണ്ടല്ലേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. വണ്ടി ഭക്ഷണം ഇല്ല. ഭക്ഷണം പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഭക്ഷണമൊന്നും കൊടുത്തില്ല. ഭക്ഷണം ഇവർക്ക് ചെന്ന ഭക്ഷണം ഇതൊക്കെ കൊടുത്തു. ഭക്ഷണം നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് കാശ് കൊടുക്കൂലി. പിന്നെ ഇവര് അവിടെ നിന്ന് എവിടെ മദീന പള്ളിയിൽ പോയി അവിടെ നിന്ന് ഇത് ആൾക്കാരൊക്കെ ചെല്ലുമ്പോൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കും. ഓരോരോ ആൾക്കാർ ചെല്ലുമ്പോൾ
ഭക്ഷണം കൊടുക്കും. അങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു കൂട്ടി സംഗതി നാട്ടിലെത്തി. നാട്ടിലെത്തിയെന്ന് മാത്രമല്ല, എല്ലാവർക്കും എല്ലാ പിള്ളേർക്കൊക്കെ ഞങ്ങളൊക്കെ വളരെ ഇതായിട്ട് ഇട്ടിരിക്കുകയാണ്. ആ അതിപ്പോ ഇവിടെ നിന്ന് പോയ ആൾക്ക് പിള്ളേർക്ക് അവരുടെ കാരണന്മാർക്കൊക്കെ സന്തോഷം തന്നെ. ഇവിടെ നാട്ടിൽ വന്നല്ല, നമ്മുടെ ഈ സംഗതി ഇങ്ങനെ ഒരു അതിൽ പെടാനില്ല. വിസ കാശൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ ഈ ടിക്കറ്റ് അങ്ങനെയുള്ള ടിക്കറ്റ് കാശായി സമ്പാദിച്ചില്ല. ശമ്പളം 2 മാസം ഉണ്ട്. നാട്ടിലെത്തി, അത് തന്നെ ഭാഗ്യം. എങ്ങനെയെങ്കിലും തങ്ങളുടെ മക്കളടക്കം എല്ലാവരെയും തിരികെ നാട്ടിലെത്തിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഗൾഫ് ന്യൂസ് വീക്ക് വാർത്ത നൽകിയും ഇതിൽ ഇടപെട്ട് ഇവരെ നാട്ടിലെത്തിക്കുകയായിരുന്നു. ചാനലിലെ വാർത്ത, ചാനലിങ്ങനെ ഓരോരുത്തർ വന്ന് ചോദിക്കും, ഇങ്ങനെ TV കണ്ടല്ലോ എന്താണ് പറയുന്നത്. അപ്പൊ ഞാൻ പറയും ഇങ്ങനെ മോന്റെ ഒരു പ്രശ്നത്തിന് വേണ്ടി ഒരു വന്നതാണെന്ന് പറയും. വാർത്ത എല്ലായിടത്തും ഇപ്പൊ അവിടെയും കണ്ടെന്ന് പറഞ്ഞു, ഗൾഫിൽ കണ്ടെന്ന് പറഞ്ഞു. ഗൾഫിലും പരിചയമുള്ള ആൾക്കാരൊക്കെ നമ്മളോട് പറഞ്ഞ് ഗൾഫിലും കണ്ട് TV കണ്ടെക്കുന്നത്, പളിയന്മാര് ദുബായിലൊക്കെ കണ്ടെന്ന് പറഞ്ഞു. നാട്ടിലെത്തിയ യുവാക്കൾ പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറായില്ല. കാരണം മറ്റൊന്നുമല്ല, ഗൾഫ് ന്യൂസ് വീക്ക് ഇവർ ഗൾഫിൽ ദുരിതമനുഭവിക്കുന്നതായ വാർത്ത നൽകിയ ശേഷം ഇവർ തിരിച്ചെത്തിയപ്പോൾ നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും തങ്ങളെ തടവിൽ കഴിഞ്ഞ ആളുകളെ പോലെയാണ് നോക്കിക്കാണുന്നതെന്നും ഇനിയും മാധ്യമങ്ങളിൽ തങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ യുവാക്കളായ തങ്ങൾക്ക് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ലെന്നുമാണ് ഇവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ അവിടെ അനുഭവിച്ച ദുരിതങ്ങൾ പങ്കുവച്ചത് ഇവരുടെ മാതാപിതാക്കളാണ്. ആർക്ക് ശമ്പളം കൊടുത്തില്ല, ഇവർക്ക് പോരണമെന്ന് പറഞ്ഞപ്പോൾ ഇവരോട് വണ്ടിക്ക് ഈ കംപ്ലൈന്റ് പറ്റിയിട്ടുണ്ട്, അതിന്റെ പൈസ എല്ലാം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് ശമ്പളം ആവശ്യപ്പെട്ടപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട എന്നുള്ള നിലക്ക് പിന്നെ സംഘടനക്കാര് ഇടപെട്ടാണ് അവരെ നാട്ടിലോട്ട് എത്തിച്ചത്. അന്ന് മകനെ കണ്ടതിന് ശേഷമാണ് വളരെ സമാധാനം. അന്ന് 2-3 കൊല്ലം അന്ന് തുടങ്ങി വണ്ടിയിൽ ബസ്സിൽ പോകുന്നുണ്ട്. ഈ വക ദുരിതപ്പെടുത്ത പോക്ക് ഇനി ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇപ്പൊ എല്ലാം കൊണ്ടും അവർ പഠിച്ചു. ഇനി ആർക്കും ഇതേമായിട്ട് വെക്കാതിരിക്കട്ടെ, ആരും ഈ വക കാര്യങ്ങൾക്ക് ഇടപെടാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക്. മതിയായ രേഖകളോ പാസ്പോർട്ടോ ഇല്ലാതെ ഇവിടെ നിന്ന് ഗൾഫ് നാടുകളിലെത്തി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി പേരുണ്ട്. വിസ റാക്കറ്റിന്റെയോ ട്രാവൽ ഏജൻസികളുടെയോ ചതിക്കുഴിയിൽ അകപ്പെട്ടാണ് ഇവർ ഇവിടെ എത്തുന്നത്. യുവാക്കൾ ഇനി ഒരിക്കലും ഇങ്ങനെ ചതിക്കുഴിയിൽ അകപ്പെടരുത് എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. 1 മാസം മുൻപ് കരഞ്ഞു തളർന്ന് ഞങ്ങളോട് മക്കളുടെ ദുരിതങ്ങൾ പങ്കുവച്ച ഷാനവാസിന്റെ ഉമ്മ വിടർന്ന കണ്ണുകളോടെ പുഞ്ചിരിയോടെയാണ് മക്കൾ തിരികെ എത്തിയ സന്തോഷം പങ്കുവച്ചത്. ഒപ്പം ഭാര്യ സഹിലയും സന്തോഷം പങ്കുവച്ചു. നാട്ടിൽ വന്നപ്പോ തുടങ്ങിയുള്ള സന്തോഷമാണ്. വന്നു കഴിഞ്ഞപ്പോ ഒന്നും പറഞ്ഞില്ല, അവരെല്ലാരും പാടിട്ട് വന്നത്. ആദ്യം മുജീബിനെ കൊണ്ടുവന്ന് വീട്ടിലാക്കി, അതിനുശേഷം അവരിവിടെ വന്ന് വണ്ടിയിൽ നിന്ന് ഇറക്കി റഫീഖിനെ അവര് തന്നെ കൊണ്ടുപോയി, ഇവിടുത്തെ സംഘടനക്കാര്. അങ്ങനെ അവരെ കൊണ്ടുപോയി നാട്ടിലാക്കി. മെയ് 18-ാം തീയതിയാണ് ഇവിടെ വന്നത്. രാത്രി 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അത് തിരിച്ചു കിട്ടി, അതിനുള്ള ഭയങ്കര സന്തോഷമുണ്ട്. ഇത്ര ഇതുപോലെ എന്തോരം പേര് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അവരൊന്നും ഇതുവരെ ഇവിടെ എത്തിക്കാനുള്ള ഒരു ഇതായില്ല. ഇവരൊക്കെ എത്തിച്ചെന്നതിന് പഠിച്ചവനോട് 100 നന്ദി. ഒപ്പം ചെയ്യുന്നു ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ആളിവിടെ എത്തിയല്ല, അതാണ് ഏറ്റവും കാര്യം. പിന്നെ കടവുണ്ട്, 1.5 ലക്ഷം രൂപയുടെ ബാങ്കിലുണ്ട്. ഈ പേര ഇപ്പൊ പോകുന്ന തോന്നണത്. അങ്ങനെ സന്തോഷമുണ്ട് ഇങ്ങടെ എത്തിയതിന്. ഇനി വിടാനായിട്ട് പൈസക്ക് എവിടെ പോകാനാണ്, നമുക്ക് എവിടെ നിന്ന് കിട്ടും, ആരും സഹായിക്കും. ഇതിപ്പോ തന്നെ പോയത് തന്നെ കടവാണ്, ഈ പോക്കൊക്കെ പോയത് കടവാണ്. അപ്പൊ ഇനി പോണോന്ന് ആഗ്രഹം ഉണ്ടാവും, ഇല്ലാണ്ടിരിക്കൂലല്ലോ. തിരികെ പോയി യാതൊരു 2-3 മാസം നിന്ന് ഇങ്ങോട്ട് പോകും. പിന്നെ ഒരു തലവേദന വന്ന്, തലവേദന അതിലാണ് സങ്കടം. തലവേദന എടുത്തിട്ട് ചെക്കന് വണ്ടി കയറാൻ പറ്റാണ്ടായി. അപ്പളാ അതിന് പിന്നെ വണ്ടി കയറാൻ നിർത്തിയില്ല, തലവേദന കൊണ്ട്. പിന്നെ മറന്നൊക്കെ ചെയ്ത് അങ്ങനെ ആണ് പിന്നെ പോയത്. അങ്ങനെ ഇരിക്കുകയാണ്. വിസ റാക്കറ്റിന്റെ കീഴിൽ അകപ്പെട്ട് ദുരിതം അനുഭവിക്കുകയായിരുന്ന 8 പേരിൽ 7 പേരെ
ഇടവനക്കാട് സ്വദേശികളായ 7 പേരെ ഗൾഫ് ന്യൂസ് വീക്കിന്റെ വാർത്തയെ തുടർന്ന് സംഘടനകൾ ഇടപെട്ട് നാട്ടിലെത്തിച്ചു. ഇനി ഒരാൾ മാത്രമാണ് ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്നത്. അത് അക്ബറാണ്. ഇദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുകയാണ്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ അക്ബറിന്റെ ഉമ്മ അതിന്റെ പ്രതീക്ഷയുമായി കാത്തിരിക്കുകയാണ്. 10 പേരിൽ ഒരാൾ ഒഴികെ എല്ലാവരും നാട്ടിലെത്തിയെങ്കിലും മുല്ലക്കര അഷ്റഫിന്റെ മകൻ അക്ബർ എന്ന അക്കു ഇപ്പോഴും സൌദിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മറ്റെല്ലാവരും എത്തിയിട്ടും തന്റെ മകൻ എത്താത്തതിൽ അക്കുവിന്റെ അമ്മ ഗൾഫ് ന്യൂസ് വീക്കിനോട് പരിഭവം പങ്കുവച്ചു. അപ്പൊ അവിടെ ചെന്നപ്പോ ആദ്യം പോയത് ഷാനും അവര് എല്ലാവരും. അപ്പൊ മോന്റെ കാലിൽ ഒരു ആക്സിഡന്റ് ചുറ്റിട്ട് കിടക്കണേര്. അപ്പൊ അത് കഴിഞ്ഞ് പിറ്റത്തെ മാസമാണ് മോൻ പോയത്. അപ്പൊ അതുവരെ അവരവിടെ ജോലി ഉണ്ടായിരുന്നു. അപ്പൊ ചോദിക്കുമ്പോ പറയും കുഴപ്പമില്ല, ഫുഡൊക്കെ ഉണ്ട്, റൂമുണ്ട്, ജോലി ഉണ്ട്, ഇത്ര മണിക്കൂർ ജോലിയുള്ളൂ, 6 മണിക്ക് പോയാൽ 3 മണിക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ പിന്നെ അക്കുവും പോയി പിന്നെ 2 മാസം അവനായപ്പോ പൈസ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവര് പൈസ ചോദിക്കേണ്ടത്, പക്ഷെ അവർക്ക് അറബി അറിയാൻ പാടില്ലല്ലോ, ശരിക്ക് കറക്റ്റ് ചെയ്ത് അറബി അറിയാൻ പാടില്ല. അപ്പൊ അക്കു ചെന്ന് കഴിഞ്ഞപ്പോ അക്കുവിന് പിന്നെ അറബി അറിയാം. അപ്പൊ അക്കും വേറൊരു പയ്യനുണ്ടായിരുന്നു ഹിന്ദി, ആ പയ്യനും കൂടി സാലറി ചോദിച്ചെന്നാണ് പറയണത്. ചോദിച്ച സമയത്ത് പിന്നെ അങ്ങനെയാണ് പ്രശ്നങ്ങൾ കഴിഞ്ഞു പറയുന്നത്. അക്കുവിനെ അവിടെ നിന്ന് അക്കുവാണ് ചോദിച്ചതെന്നുള്ളൊരു സംശയം. അപ്പൊ ഇവരെ തിരിപ്പിച്ചത് അക്കുവാണെന്നുള്ളൊരു സംശയമാണ് അറബിക്ക്. പിന്നെ അക്കുവിനെ വേറെ ഏതോ സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ അവനെ ഒറ്റക്ക് ഇട്ടും കൊണ്ടും ഇവര് ഇപ്പൊ വരാന്നും പറഞ്ഞ് പോന്നു. അവന്റെ കയ്യിലുണ്ടാകുന്ന ഫോണും അവന്റെ പേസ് സാധനങ്ങളെല്ലാം അവര് വാങ്ങിച്ചെടുത്തെന്ന് പറഞ്ഞു. എന്നിട്ട് അവനവിടെ ഇട്ടിട്ട് ഇവര് പോന്നു. അത് കഴിഞ്ഞ് ഇവര് വരും ഇല്ലാതെ കാത്തു നിന്നിട്ട് കാണാതെ കുറെ കഴിഞ്ഞപ്പോ വഴി അറിയാൻ പാടുള്ളതുകൊണ്ട് തിരിച്ച് ഇവരുടെ വേറെ റൂമിലെത്തി എന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് വിളിക്കും. അപ്പൊ എന്നെ ഇതൊന്നും അറിയിച്ചിട്ടുണ്ടായില്ല. കുറെ ദിവസം കഴിഞ്ഞ് എപ്പോഴാണ് ഇവര് വരാന്റെ അടുക്കപ്പോഴാണ് ഞാൻ അറിഞ്ഞതൊക്കെ. അപ്പൊ ചോദിക്കുമ്പോ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, വരുമെന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഇവരും വന്നു കഴിഞ്ഞിട്ട് പിന്നെ അക്കുവിന്റെ ഒരാഴ്ചക്കുള്ളിൽ അക്കു എത്തും. അതിനു വേണ്ടിയിട്ട് അവരോട് പരിശ്രമിക്കും. എല്ലാവരും കൂടി ഒരുമിച്ച് വിടാതെയാണ്. അപ്പൊ ഒരാഴ്ച കഴിയുമ്പോ അക്കു വരുമെന്നും പറഞ്ഞിട്ട് ഇത്രയും നാൾ വരെയായിട്ടും അക്കു വരുന്നില്ല. ചോദിക്കുമ്പോൾ പറയും ശരിയാവും പറഞ്ഞിട്ട് അവിടെ നിർത്തിയേക്കണേയും. അറബിനെ വിളിക്കുമ്പോ ഫോൺ എടുക്കൂല, ചെല്ലൂല എന്നൊക്കെയാണ് പറയണത്. പിന്നെ അക്കുവിനോട് ഞാൻ ചോദിച്ചു ഇപ്പൊ എന്തേ മോനെ എപ്പോഴും വിളിക്കുമ്പോ ചോദിച്ചു എന്താ ശരിയില്ല, ഒന്നും ആയിട്ടില്ല എന്നാണ് പറയണത്. ഇപ്പൊ ഇന്നലെ ഇതിൽ വിളിച്ചത് എന്താണ് വിശേഷം ചോദിച്ചപ്പോ ഏറെ വിശേഷമൊന്നുമില്ല, എന്തായി എന്ന് ചോദിച്ചപ്പോ ഇല്ല ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞു. താമസിക്കുന്ന ഒരു കൂട്ടുകാരന്റെ റൂമിലാന്ന് പറഞ്ഞു. ഒരു കാസർഗോഡുള്ള ഒരു പയ്യന്റെ റൂമിലാ അവര് നിർത്തിയേക്കണേന്ന് പറഞ്ഞു. മദീനയിൽ തന്നെ, മദീനയിൽ തന്നെയാണ്. പള്ളിയുടെ അടുത്താണ്. പള്ളിയിലാണ് ജുമാ നമസ്കരിക്കാനൊക്കെ പോണത്. അവിടെയും അവരാ കൂട്ടുകാരന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇപ്പൊ അവിടെ നിക്കണത്. വേറെ പൈസയുടെ പിന്നെ എപ്പോഴും ഫോൺ ചെയ്യാനൊന്നും കയ്യിൽ പൈസ ഇല്ലല്ലോ. അപ്പൊ ആരെങ്കിലും കിട്ടിയ ആ കൂട്ടുകാരന്റെ നെറ്റീന ഒക്കെ വിളിച്ച് അധികം സംസാരിക്കൊന്നുമില്ല. ഇങ്ങനെ വിശേഷം എന്താന്ന് ചോദിക്കും, വെക്കും. നമ്മളങ്ങോട്ട് ചോദിച്ചാലും ഇല്ല വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെക്കും. അപ്പൊ അക്കു ഇങ്ങനെ കയർത്ത് സംസാരിച്ചെന്നുള്ളതൊന്നും ഇല്ലെന്നാണല്ലോ. അപ്പൊ ഇവിടെ വന്നവരോട് ഞാൻ ചോദിച്ചു എന്താ നിങ്ങളെല്ലാവരും പോകുന്നില്ല, അക്കു മാത്രം എന്താണ് വരാത്തെന്ന് വെച്ചപ്പോ ഇല്ല, അതെല്ലാരും കൂടി ഒരുമിച്ച് വിടൂല എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് വിട്ടുവന്ന അയാൾക്ക് ആ കമ്പനിക്ക് ഒരു കോട്ടം ഇടൂല, അതിന്റെ പേരിലായിരിക്കും. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ അവര് വിടും, തിരിച്ചെത്തും, വിഷമിക്കണ്ടെന്ന് എല്ലാരും പറയും. എന്ത് തന്നെ ആയാലും എന്റെ മോനിങ്ങനെ നാട്ടിലേക്ക് തിരിച്ചെത്തി ജോലി ഇല്ലെങ്കിലും വേണ്ടില്ല, പൈസ കിട്ടിയാലും വേണ്ടില്ല, മോനെ നാട്ടിലേക്ക് തിരിച്ച് എത്തിച്ചിട്ടാ മതി. ഈ ജീവൻ ടീവിന്റെ പ്രവർത്തകരുടെ സഹായത്തോടു കൂടി എന്റെ മോനെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കണം ആണ് എനിക്ക് എല്ലാരോടും പറയാനുള്ളത്. അക്കുവിന്റെ മടക്കത്തിനായി ഗൾഫ് ന്യൂസ് വീക്ക് ശ്രമം നടത്തിവരുന്നു. ഒപ്പം അക്കുവിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് കുടുംബവും നാട്ടിൽ മടങ്ങിയെത്തിയ സുഹൃത്തുക്കളും മറ്റുള്ളവരും എത്രയും പെട്ടെന്ന് വരും എന്നുള്ള പ്രതീക്ഷയോടെ. ഗൾഫ് നാടുകളിലും കേരളത്തിലും വിസ റാക്കറ്റുകളുടെ കെണിയിലകപ്പെടുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. തിരുവനന്തപുരം, കൊച്ചി, മുംബൈ എന്നിവ കേന്ദ്രീകരിച്ചാണ് വിസ റാക്കറ്റുകൾ സജീവമാകുന്നത്.
പലരും തങ്ങൾ ചതിക്കുഴിയിൽ അകപ്പെട്ട വിവരം അറിയുന്നത് ഗൾഫ് നാടുകളിൽ എത്തിപ്പെട്ട ശേഷം മാത്രമാണ്. വിസ റാക്കറ്റിന്റെ കെണിയിൽ വീഴുന്നവരുടെ എണ്ണം പെരുകുന്നതായി റിപ്പോർട്ട്. ആകർഷകമായ വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരായി വരുന്നവരാണ് ദുരിതത്തിൽ വീഴുന്നത്. തൊഴിൽ മന്ത്രാലയം നടപടികൾ ശക്തമാക്കിയതോടെ ഉറൂബാക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ തട്ടിപ്പുകാരുടെ പരിപാടി തുടരുന്നുമുണ്ട്. കരാർ കമ്പനികളിൽ നിന്നും അടങ്കൽ ഉറപ്പിച്ച് വാങ്ങുന്ന വിസകൾ നാട്ടിലെത്തിക്കുകയും മുംബൈ, കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ നഗരങ്ങളിൽ രഹസ്യമായി ഇന്റർവ്യൂകൾ നടത്തി ഉദ്യോഗാർത്ഥികളെ വീഴ്ത്തുകയുമാണ് പതിവ്. പ്രാരംഭഘട്ടത്തിൽ ചെറിയ തുകകൾ അഡ്വാൻസായി വാങ്ങുകയും പാസ്പോർട്ട് കരസ്ഥമാക്കുകയും ചെയ്യുകയാണ്. വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നതിന് ശേഷം ടിക്കറ്റിന്റെയും വിസയുടെയും പണം വസൂലാക്കും. കരാർ കോപ്പിയും പാസ്പോർട്ട് ടിക്കറ്റും യാത്ര പുറപ്പെടുവാൻ വിമാനത്താവളങ്ങളിൽ എത്തിയ ശേഷമേ നൽകുകയുള്ളൂ. വളരെ സൂക്ഷ്മതയോടെയാണ് ഇടനിലക്കാർ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ എത്തിക്കഴിയുമ്പോഴാകും കെണിയിൽപ്പെട്ട വിവരം അറിയുന്നത് തന്നെ. ഏജന്റ് നൽകിയ വാഗ്ദാനമോ ഉറപ്പോ ഒന്നും യഥാർത്ഥ സ്ഥാപനത്തിന് അറിയുക പോലും ഉണ്ടാവില്ല. വിസ വിറ്റ് പണമുണ്ടാക്കുവാൻ വേണ്ടി വ്യാജ കരാറും മോഹന വാഗ്ദാനവും തട്ടിപ്പുകാർ നൽകും. ഇത്തരത്തിൽ വന്ന് ചതിയിൽപ്പെട്ടവരുടെ എണ്ണം എത്രയെന്ന് കൃത്യമല്ല. വിവിധ എംബസികളിൽ നൂറുകണക്കിന് പരാതികൾ നിത്യേന എത്തുന്നു. മലയാളികളടക്കം നൂറുകണക്കിന് ഇന്ത്യക്കാർ വ്യാജ വ്യവസ്ഥ പ്രകാരം വന്ന് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ വ്യവസ്ഥകൾ തുടരുന്നതിനാൽ വ്യാജ ഏജന്റുമാർക്ക് തട്ടിപ്പ് നിർബാധം നടത്തുവാൻ സഹായകവും ആകുന്നു. കേന്ദ്ര വിദേശകാര്യ വകുപ്പ് വിദേശത്തേക്ക് പോകുന്നവരുടെ കാര്യത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യം തന്നെ. സൗദി അറേബ്യയിൽ പൈതൃക ഗ്രാമങ്ങൾ സംരക്ഷിക്കുന്നു. ഇതിനുവേണ്ടി ടൂറിസം വകുപ്പ് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണ്. സൗദി അറേബ്യൻ തലസ്ഥാനമായ റിയാദ് കേന്ദ്രീകരിച്ചാണ് പദ്ധതികൾ പുരോഗമിക്കുന്നത്. രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ വിനോദസഞ്ചാരത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. സൗദി അറേബ്യയിലെ പൈതൃക ഗ്രാമങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ തലസ്ഥാനമായ റിയാദിൽ പൂർത്തിയായി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പേർഷ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭരണസിരാകേന്ദ്രമായിരുന്ന നജദ് വംശത്തിന്റെ ശേഷിപ്പുകൾ ഇപ്പോഴും യാതൊരു കേടും കൂടാതെ തലസ്ഥാന നഗരിയായ റിയാദിലെ ദാരിയയിൽ സംരക്ഷിച്ചു പോരുന്നു. അവരുടെ വാസ്തുശില്പ വൈവിധ്യത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഇവിടെ വന്നാൽ സാധിക്കും. ഒരു ചരിത്രാന്വേഷകനുള്ള വിലപ്പെട്ട കാഴ്ച തന്നെയാണ് ദരിയയിലെ പൈതൃക ഗ്രാമം നൽകുന്നത്. ഇത് യുനെസ്കോവിന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയതുമാണ്. ഈ ഭാഗം കിലോമീറ്ററുകളോളം വിശാലമായി കിടക്കുന്ന വാദി ഹനീഫയുടെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അൽ തുവൈഫ് എന്നറിയപ്പെടുന്ന ഈ ഭാഗമായിരുന്നു രാജ്യത്തിന്റെ ആദ്യ തലസ്ഥാനം. കിങ് അബ്ദുൽ അസീസ് ഹിസ്റ്റോറിക്കൽ മ്യൂസിയം, തുമാമ പാർക്ക്, പ്രിൻസ് സൽമാൻ ഒയാസിസ് ഫോർ സയൻസ് ആൻഡ് അൽ മുസ്മാക് മ്യൂസിയം തുടങ്ങിയവയാണ് റിയാദിലെ പ്രമുഖ വിനോദസഞ്ചാര മേഖലകൾ. 2 വർഷത്തോളമായി ഈ മേഖലയിലൊക്കെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. കൂടാതെ സൗദി അറേബ്യയുടെ അതിർത്തി രാജ്യങ്ങളായ കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാരികളെ കൂടി രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിനു വേണ്ടി എല്ലാ പ്രമുഖ ഉത്സവങ്ങളിലും ആകർഷണീയമായ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കടലോര വിനോദസഞ്ചാരത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ദമാം, ഖോബാർ, ഹാഫ് മൂൺ ബീച്ചുകളിൽ ആകർഷണീയവും നൂതനവുമായ പദ്ധതികളാണ് രാജ്യം ഒരുക്കിയിരിക്കുന്നത്. അതിനായി ധാരാളം അമ്യൂസ്മെന്റ് പാർക്കുകളും ഷോപ്പിംഗ് മാളുകളും തയ്യാറായി കഴിഞ്ഞു. സന്ദർശകർക്ക് കൌതുകമുള്ള കാഴ്ചകളൊരുക്കി ദുബായിലെ സ്കൈ മോളുകൾ ശ്രദ്ധേയമാവുകയാണ്. ഒരു ചെറിയ അന്റാർട്ടിക്ക പുനർജനിപ്പിച്ച് മഞ്ഞുമലകളിലൂടെയുള്ള സഞ്ചാരവും ഒപ്പം പെൻഗ്വിനുകളുമായുള്ള ചങ്ങാത്തവും പരിചയപ്പെടുത്തുകയാണ് ദുബായിലെ സ്കൈ മോളുകൾ. പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു മിനി അന്റാർട്ടിക്കയിലേക്കാണ്. പെൻഗ്വിനുകളെ കാണാൻ ഇനി അന്റാർട്ടിക്കയിലേക്ക് പോകണ്ട എന്ന് സാരം. പെൻഗ്വിനുകളുടെ ചങ്ങാത്തവും കുസൃതികളുമൊക്കെ ഇനി ദുബായിലെ സ്കൈ മോളിൽ കാണാം. ഒരു പെൻഗ്വിനേറിയം ഉണ്ടാക്കി അതിൽ പെൻഗ്വിനുകൾക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാലാവസ്ഥയും സാഹചര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു.
20 പെൻഗ്വിനുകളാണ് ഈ പെൻഗ്വിനറിയത്തിൽ ഉള്ളത്. നന്നായി പരിചയമുള്ള പരിശീലകർ ഇതിനെ പരിചരിച്ചു പോരുന്നു. ജനിച്ചതും വളർന്നതും അന്റാർട്ടിക്കയിലെ ജനവാസമില്ലാത്ത പ്രദേശത്താണെങ്കിലും ദുബായിലെ സന്ദർശകരെ സൌഹൃദപൂർവ്വം സന്തോഷിപ്പിക്കാനാണ് ഈ പെൻഗ്വിനുകളുടെ നിയോഗം. 6 മാസങ്ങൾക്ക് മുൻപാണ് ടെക്സസിൽ നിന്ന് 20 പെൻഗ്വിനുകൾ ദുബായിലെ സ്കൈ മോളിൽ വിരുന്നെത്തിയത്. കളിച്ചും ചിരിച്ചും പരിഭവിച്ചും ചിലപ്പോൾ തല്ലുകൂടിയും തങ്ങളെ കാണുവാനെത്തുന്ന സന്ദർശകരെ പരമാവധി സന്തോഷിപ്പിക്കുന്നു ഈ പെൻഗ്വിൻ ചങ്ങാതികൾ. പരിശീലകരുടെ സാന്നിധ്യത്തിലും മേൽനോട്ടത്തിലും ഇവരുമായി സന്ദർശകർക്ക് കൂട്ടുകൂടാം, പിണങ്ങാം. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സുന്ദരി സുന്ദരന്മാരോട് 40 മിനിറ്റ് ചങ്ങാത്തം കൂടാൻ ഒരാൾക്ക് 175 ദിറമാണ് ഫീസ്. 3നും 12നും ഇടയിലുള്ള കുട്ടികൾക്ക് മുതിർന്നവരുടെ കൂട്ടുവേണം പെൻഗ്വിൻ ഫ്രണ്ട്സിനടുത്തെത്താൻ. കയ്യിൽ പൈസയില്ലെങ്കിൽ നിത്യേന നടക്കുന്ന പെൻഗ്വിൻ മാർച്ചുകളിൽ തൃപ്തിയടയാനും അധികൃതർ അവസരമൊരുക്കുന്നുണ്ട്. മഞ്ഞുമലയിലെ സ്കേറ്റിംഗ്, പെൻഗ്വിനുകളുടെ കുസൃതി, അങ്ങനെ ഒരു കൊച്ചു അന്റാർട്ടിക്ക തന്നെ പുനർജനിപ്പിച്ചിരിക്കുന്നു ദുബായിലെ സ്കൈ മോളിൽ. ജിമാട്ട് ഗൾഫ് ന്യൂസ് വീക്കിന്റെ ഈ ലക്കം സമാപിച്ചു. പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു. ഗൾഫിൽ കാണുന്നവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക്, ജീവൻ TV, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ID gulfnewsweek@jivan.tv. ടെലിഫോൺ നമ്പർ 0484233815 അല്ലെങ്കിൽ 0484233816. ജിമാട്ട് ഗൾഫ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.